അപ്പോൾ കക്ക വെച്ചിട്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വ്യത്യാസമായിട്ട് കക്ക മീൻകറി പോലെ വെച്ചിട്ട് കക്ക കറിയാണ് വെച്ചിട്ടുള്ളത്. തേങ്ങ അരച്ച കറി. ഇത് പച്ച തേങ്ങ അരച്ചു, ഇനി ഇത് വറുത്തരച്ചും വെക്കാം. അപ്പോൾ നമ്മുടെ ശാലിയാണ് ഇരുന്ന് തട്ടുന്നത്. ഞാൻ ചോറുണ്ടോണ്ട് ഞാൻ തട്ടുന്നില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് ഇരിക്കാം. ആണോ? ഏത് കക്ക തിന്നിട്ടേ ഇല്ല. കക്ക തിന്നിട്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. എങ്ങനെയുണ്ട് സത്യത്തില്? സത്യത്തിൽ മീൻകറി പോലെ ഉണ്ട്. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. അത് ഇവര് കുളവാക്കി, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, ഇവര് കുളവാക്കിയത് ഞാൻ ഗീതേച്ചി ശാലിയും കൂടെയാണ് കുളവാക്കിയത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് അരപ്പൊഴിക്കുന്നതിന് മുമ്പ് നമ്മളിത് അരക്കല്ലേ മേടിച്ചാണ് കക്ക, 1/2 കിലോ കക്ക മൊത്തത്തിൽ എല്ലാം കൂടെ നമ്മൾ ഇട്ട് പറ്റിച്ചല്ലോ. എന്തൊക്കെയാണ്? ചെറിയുള്ളി, തക്കാളി എല്ലാം കൂടി ഇട്ട് വറ്റിച്ചിട്ട് വെന്തതിന് ശേഷം പകുതി മാറ്റി ബാക്കി പകുതിയിലാണ് അരപ്പിടാൻ ഉദ്ദേശിച്ചത്. ഞാൻ വരുമ്പോഴത്തേനും ഇവര് അരപ്പ് വിട്ട് ഷൂട്ട് ചെയ്തും കഴിഞ്ഞു. എന്നിട്ട് ആ പകുതി എടുത്ത് ഫ്രൈ ആക്കാം. ഇത് എന്നാണ് ശരിയാണ്, അവള് പറഞ്ഞാൽ കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉള്ള മീൻകറി പോലെയുണ്ട്. ഇത് നമ്മള് അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഗീതച്ച് പറയാം, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. ഇത്ര നേരം രണ്ടിന് ഞാൻ ഇവിടെ നിന്ന് പോയിക്കായിരുന്നു, അലമ്പാക്കിന്ന്. ഒരു വാങ്ങുത്താ നല്ല ടേസ്റ്റ്. നീ വേറെ എടുത്തോട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ഗീതച്ച് ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു വിട്ടാ. വേണ്ടാന്ന് ആള് പിണങ്ങി. ശരിക്കും എന്റെ അമ്മ പിണങ്ങിന്നു. സൂപ്പർ ആയിട്ടുണ്ട്. കക്ക ഫ്രൈനേക്കാളും റോസ്റ്റിനേക്കാളും നന്നായിട്ടുണ്ട്. എളുപ്പമാണ്, വറുത്തരച്ച് വെക്കുന്നതിനേക്കാൾ നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒരു റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ 2 സ്പൂണ് ചോറില്ലാതെ കഴിച്ചു കാണിക്കാം കേട്ടാ. സാധാരണ കക്ക നമ്മള് വരട്ടിയാലൊക്കെ വേറൊരു ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡിലെ മീൻകറിയുടെ രുചി വന്നു. പക്ഷെ ആ കക്കയുടെ ടേസ്റ്റ് അതുപോലെ കിട്ടുകയും ചെയ്തു. ചോറിന് മാത്രമല്ല കേട്ടോ, പത്തിരിക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് ആവും. കാന്താരിയും കൂടി ഇടുകയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. പറ്റൽമുളകും തക്കാളിയും കക്കയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് അടിപൊളി. നമ്മള് കക്ക ഓരോന്നും പീച്ചി അതിന്റെ സാധനങ്ങളൊക്കെ കളഞ്ഞു കേട്ടോ. കാരണം നമ്മളത് കളയാതെ ഉണ്ടാക്കിയിട്ട് ആർക്കും ഇഷ്ടമായില്ല. അപ്പോൾ ഓരോന്നും പീച്ചി കളഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, കുറച്ച് വെള്ളവും കുറച്ച് പൊടികളും എല്ലാം ഇട്ട് നല്ല വേവിച്ചു. വെന്ത ശേഷം പകുതി എടുത്ത് നമ്മുടെ കക്ക കറി വെച്ചു. ബാക്കി നോക്ക്, കക്ക ഭയങ്കര ചെറിയ തീയില് അതിന്റെ മൺചട്ടിയില് എവിടെയാണ്? ഗ്യാസിൽ മൺചട്ടിയില് നോക്ക് എമ്മാരി ഫ്രൈ ആയിട്ടുണ്ടെന്ന്. ഇനി ഇതങ്ങട് ഒരു തട്ടിയാലുണ്ടല്ലോ മാഷേ. ആക്ച്വലി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുക, ഓരോന്നും തൊടാതിരിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇതൊരു അബദ്ധം പറ്റിയതാണ്. മൊത്തത്തിൽ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിൽ കറിയിൽ അരപ്പ് ചേർത്ത് വറുത്തിടും. ബാക്കി അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഫ്രൈ ചെയ്യും. ഞാൻ ഒരു ഡ്രസ്സ് മാറാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഇവരെന്ത് ചെയ്തു, മൊത്തത്തിൽ കൊണ്ട് അരപ്പിട്ടു. എന്നിട്ട് അരപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തേക്കണത്. എന്നെ സമ്മതിക്കണം മുതലാളി, അരപ്പിട്ട സാധനം ഫ്രൈ ചെയ്തതാണിത്. ഇത് അബദ്ധം പറ്റിയതാണ് രാമൻകുട്ടി. പക്ഷെ ഇത് മാസമായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്താൽ മതി. വളരെ ചെറുതീയിൽ വേവിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറോളം ഞാൻ ഫ്രൈ ചെയ്തു. അപ്പൊ എനിക്കൊരു പേടിയുണ്ടായിരുന്നു റബ്ബറാവുമെന്ന്. നോക്ക്, വാങ്ങിട്ട് അലിഞ്ഞ് പോയ പോലെ. എൻ്റെ അമ്മ എൻ്റെ മസാല ഞാൻ തന്നെ എന്താ പറയാ, അഭിനന്ദിക്കട്ടെ കേട്ടോ. ഞാൻ അധികം തിന്നില്ല കേട്ടോ. സത്യത്തിന് വേണ്ടെന്നറിയോ, ഇത് സൈഡിലോട്ട് നല്ല ചൂട് ചോറിട്ട് കുഴച്ച് ഇളക്കി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ എടോ, ഇത് പണിയാവൂട്ടാ. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കേറിയിരിക്കുന്ന ആളാണ് ഈ അന്നമ്മ ഇപ്പോ. ഇതല്ലേ അംഗം. നീ കയ്യിലേക്കൊന്നും ആക്കുന്നില്ല. അതെങ്ങനെ എടുത്ത് നേരെ വറുക്കുന്നതിൽ നല്ലതാണ് ഈ അരപ്പോട് കൂടി വറുത്തത് കേട്ടോ. കാരണം ആ തേങ്ങ ഇങ്ങനെ മൂത്ത് മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഒരു തുണ്ട് പോലും അടി പിടിച്ചിട്ടില്ല. നോക്കിയോട്ടോ, നമ്മുടെ ചട്ടിയുടെ ഒരു തുണ്ട് പോലും അടി പിടിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ചട്ടിയുടെ ഒരു ഗുണം. മയക്കി നല്ല സെറ്റ് ആക്കിയതിന്റെ ഗുണം കണ്ടോ. നോക്കിയൊക്കെ എവിടെയെങ്കിലും അടി പിടിച്ചിട്ടുണ്ടോ നോക്കിയേ. 1/4 മണിക്കൂർ ഗ്യാസ് അടുപ്പിൽ ഇരുന്നതാണ്, നോ ഇഷ്യൂ. നന്നായി വൃത്തിയാക്കിയ 1/2 കിലോ കക്കയിറച്ചി മൺചട്ടിയിലിട്ട് 2 തക്കാളി, 10 ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് വെള്ളവും, സാധാരണ മുളക് പൊടി 2 ടേബിൾ സ്പൂണും, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. ഈ സമയം കൊണ്ട് 1/2 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ചെറിയുള്ളി ചേർത്ത് അരച്ചെടുക്കാം. വെന്ത കക്കയിലേക്ക് ഈ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അസ്മാദികളെ എല്ലാം കൂട്ടി കടുക് താളിച്ച് വെളിച്ചെണ്ണയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ഒഴിക്കാം. സ്ഥിരം തിന്നുന്ന കക്ക റോസ്റ്റിൽ നിന്നും മാറി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടില്ലനായിരിക്കുവേ, ഞാൻ ഗ്യാരണ്ടി. ഞാനിവിടെ കടുക് താളിക്ക് മുമ്പ് പകുതിയോളം കക്കയിറച്ചി ഈ കറിയിൽ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു. എന്നിട്ടൊരു മൺചട്ടിയിലിട്ട് ചെറു തീയിൽ ഫ്രൈ ചെയ്ത് തുടങ്ങി. അരപ്പോട് കൂടി ഫ്രൈ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അരപ്പങ്ങും മൊരിഞ്ഞ് അപാര രുചി കിട്ടി. അമ്മളി പറ്റിയത് അവസാനം നമ്മൾ അടിപൊളിയാക്കി എടുത്തു കേട്ടോ. ഈ കക്ക ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആലപ്പുഴ ആ ഭാഗത്തുള്ളവർ പറയും നിങ്ങൾ അതിൻ്റെ
കാട്ടമില്ല, അതിന്റെ കാൽസ്യം ആണ് പീച്ച് കളയണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ അല്ലാതെ ഒരു തവണ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മെനക്കെടാണെങ്കിൽ അതൊന്ന് പീച്ച് കളഞ്ഞ് ആ കല്ല് കടിക്കൂല, ടേസ്റ്റും കൂടും. സെയിം മസാല 1/2 കിലോ കക്കയിറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറിക്കും ഇതിനും കൂടെ ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം, നല്ലൊരു കമന്റ് തരണം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യണം. എന്റെ കമ്മലൊക്കെ വേണ്ടി ഇഷ്ടമായ നാണമില്ലേ അല്ലെ? ഈ അന്നമ്മയ്ക്ക് കൊഞ്ചായിരുന്നല്ലേ? നിങ്ങൾ എന്റെ സ്വന്തം അല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നമ്മയല്ലേ? അപ്പൊ ഇത് എനിക്ക് സച്ചു മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് വന്നപ്പോ എനിക്ക് അങ്ങനെ ഇഷ്ടമായി. ഉണ്ടാ അപ്പൊ മാലയൊന്നും ഇടണ്ട. നന്നായിണ്ടോ? ബൈ ബൈ.